ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനം. ശിമിയോൻ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പത്രോസ് അപ്പോസ്തലൻ ഗുരുവിനെ തള്ളിപ്പറയും എന്ന് പറയുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ശിമിയോൻ, ശിമിയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനെന്ന നിലയിൽ വ്യക്തമായ ഒരു വിളിയും തിരഞ്ഞെടുപ്പും കിട്ടിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കാലയളവ് പൈശാചിക പീഡകളുടെ കാലയളവായി സാത്താൻ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ, അദ്ദേഹത്തെ പാറ്റുവാൻ എന്ന് പറഞ്ഞാൽ, പാറ്റുക എന്ന് പറഞ്ഞാൽ ശോധന ചെയ്തെടുക്കുക. പാറ്റുന്നത് പലപ്പോഴും നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വ്യക്തിയിലെ നെല്ലും പതിരും വേർതിരിച്ച് അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അയാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ അത് അനുവദിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു പരീക്ഷണമായിട്ട് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഗുരുവിനോടുള്ള വിശ്വസ്തത പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് വരുന്നത് പൈശാചികമായൊരു പീഡ. അവിടെ വെളിപ്പെട്ട് വരുന്നത് എന്താണ്? ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സകല ബലഹീനതകളും പുറത്തു വരികയാണ്. അപ്പോൾ പൈശാചിക പീഡകൾ നമ്മുടെ ബലഹീനതകളെ പലപ്പോഴും പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും. അതിനുശേഷം പറയുകയാണ്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. സത്യത്തിൽ ഓരോ പരീക്ഷണങ്ങളും, ഓരോ പീഡകളും, ഓരോ പരാജയങ്ങളും പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ പരാജയമായി, വീഴ്ചയായി ഒക്കെ നമ്മളതിനെ കാണാറുണ്ട്. എന്നാൽ അത് എന്തിനു വേണ്ടി ആണ് എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ വീണവനെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകമായി ഒരു പൈശാചിക പീഡയെയും വീഴ്ചയെയും കർത്താവ് കാണുന്നുവെന്നാണ്. നമ്മളിൽ പല മനുഷ്യരും ഒരാളുടെ വീഴ്ചയെ ആഘോഷിക്കുകയാണ്. അയാളുടെ വീഴ്ചകളെ നമ്മളെപ്പോഴും വിമർശന വിധേയമാക്കുന്നു. അയാളുടെ വീഴ്ചകളിൽ നമ്മൾ സന്തോഷിക്കുന്നു. അതുപോലെ അയാളുടെ വീഴ്ചകളിൽ അയാളെ കുറ്റപ്പെടുത്തുന്നു. അയാളുടെ അന്ത്യമായി എന്ന് ചിന്തിക്കുക. എന്നാൽ ഒരു വീഴ്ച എന്ന് പറയുന്ന ഒരാളുടെ അന്ത്യമല്ല, മറിച്ച് അയാളുടെ വീഴ്ച അയാളുടെ വളർച്ചയുടെ, അയാളുടെ മാത്രമല്ല അയാളുടെ സമൂഹത്തിൻ്റെയും കൂടി വളർച്ചയുടെ ഭാഗമായി നാം തിരിച്ചറിയണമെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട വ്യക്തികളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നീ തിരിച്ചു വന്ന് നിൻ്റെ അനുഭവങ്ങളുമായി നീ തിരിച്ചു വന്ന് നീ നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബലഹീനതകളിലോ വീഴ്ചകളിലോ തളർന്നു പോയ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള മനസ്സ് കാണിക്കുക. വീണ്ടും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മുടെ ബലഹീനതകൾ നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹീതരായത്, നമ്മൾ രക്ഷപ്പെട്ടത്, നമ്മൾ എളിമപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാനുള്ള ഒരനുഭവ സമ്പത്തായതിനെ ഉപയോഗിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.